ഹായ് ഫ്രണ്ട്സ്, നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോലെ ചൂര ഫ്രൈ വീട്ടിലുണ്ടാക്കി നോക്കാം. ആദ്യമായി ചൂര നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി നമ്മൾ ഫ്രൈ ചെയ്യാൻ ഒരു പാനിലാക്കി വെച്ചേക്കുകയാണ്. കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുക്കുക. മെയിനായിട്ട് വേണ്ട 3 സാധനങ്ങളാണിത്. 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇവിടെ കുറച്ച് മുളക് പൊടി എടുത്തിട്ടുള്ളൂ. കുരുമുളക് ആവശ്യത്തിന് എടുത്തിട്ടുള്ളത് കൊണ്ടാണ് മുളക് പൊടി കുറച്ചെടുത്തത്. ആവശ്യത്തിന് എരിവിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചൂരയിലേക്ക് ഇത് നന്നായി മിക്സ് ചെയ്യുക. ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ എരിവും ഉപ്പും എല്ലാം ഇതിലേക്ക് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം. നമുക്കിനി ചൂര നന്നായിട്ട് വറുത്തെടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചൂര എടുത്ത് വറക്കാം. നിങ്ങൾക്കിവിടെ കാണാം, ഒരുപാട് എണ്ണ ഞാൻ എടുത്തിട്ടില്ല. വളരെ കുറച്ച് എണ്ണ മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം കുറച്ച് മീനേ ഉള്ളൂ, അതുകൊണ്ട് വളരെ കുറച്ച് എണ്ണ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു സൈഡ് നന്നായിട്ട് വറുത്തിട്ടുണ്ട്. നമുക്ക് ഇളക്കി നോക്കാം. അടിക്ക് പിടിക്കുന്നില്ല, ഒട്ടി പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, അത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കങ്ങനെയെല്ലാം തിരിച്ചിടാം. അപ്പുറം സൈഡും കൂടെ നന്നായിട്ട് നമുക്കൊന്നുകൂടെ വറുത്തെടുക്കാം. രണ്ട് സൈഡും നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കാണാൻ നന്നായിട്ട് മുരിഞ്ഞ് മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിൻ്റെ രുചി കൂട്ടുന്നൊരു സാധനം ഇതിനകത്ത് ആഡ് ചെയ്യാം. ഇത് മീൻ വറുത്തതിൻ്റെ ബാക്കി വന്ന എണ്ണയാണ്. അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് സവാളയും കറിവേപ്പിലയും ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ടത് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ചൂരയിലേക്ക് ഇത് മാറ്റാം. കുറച്ച് നേരത്തേക്ക് അതൊന്ന് മാറ്റി വെച്ചേക്കണം. ആ കറിവേപ്പിലയുടെയൊക്കെ ഒരു ടേസ്റ്റും മണവും ഒക്കെ ആ ഫ്രൈയിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങ പിഴുന്നത് നല്ലതാണ്. ഇതാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലായിട്ടുള്ള നമ്മുടെ ചൂര ഫ്രൈ. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. നമ്മൾ പിന്നെയും അങ്ങനെ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചൂര ഫ്രൈ ആണിത്. അപ്പം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.